പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും ചില സന്ദർഭങ്ങളിൽ ആന്റിബയോട്ടിക് വേണം. അത് ഒരു വെറ്റിനറി ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാത്രമേ കൊടുക്കാവുള്ളൂ. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ രംഗത്ത് അമിതമായ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പരിശോധനകൾ നടക്കുന്നുണ്ടോ? പരിശോധനകൾ നടക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്നുണ്ടോ? ഇതുവരെ പിടിച്ചിട്ടില്ല. ആന്റിബയോട്ടിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹോർമോണും അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കും ഒക്കെ ഈ ഇറച്ചി, അതായത് കോഴി, പ്രത്യേകിച്ച് ചിക്കൻ, ഇതിലുണ്ടെന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നു അത് അല്ല, ഞങ്ങള് ആ സമയത്ത് ധാരാളം സാമ്പിളുകൾ ശേഖരിച്ചു. നമ്മൾക്ക് തന്നെ 3 അക്രഡിറ്റഡ് ലാബുണ്ട്, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും. അതുകൂടാതെ 2 ജില്ലകളിൽ ജില്ലാ ലാബുകളുണ്ട്. അപ്പം നമ്മുടെ ലാബുകളിലും പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അതായത് അക്രഡിറ്റഡ് ലാബുകൾ വേറെയുണ്ട്. അത്തരം ലാബുകളിലെല്ലാം പരിശോധിച്ചെങ്കിൽ ഈ ഹോർമോണിന്റെ ഒന്നും നമ്മൾക്ക് ആ സമയത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഹോർമോൺ ഇല്ല, ശരിക്കും ഹോർമോൺ ഇല്ല. അതായത് നമ്മൾ ചെയ്തോണ്ട് ഒരിക്കലും ഇന്ത്യയിൽ കോഴിക്കൃഷി ലാഭകരമായില്ല. ശുദ്ധ തെറ്റാ പറയുന്നത്. ഒന്നാന്തരമാണ് ഒരു കോഴിക്ക് ഒരു കുത്തുവപ്പെടുത്താൽ അത് വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ വേറെ കാര്യം, ഇപ്പൊ കോഴികളിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗമുണ്ടോന്ന് ചോദിച്ചാൽ ചില കേസുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, വളരെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങണം. പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു വിഡ്രോവൽ പീരീഡ് ഉണ്ട്. ആ വിഡ്രോവൽ പീരീഡിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു കർഷക നിലകൊള്ളുന്ന 1000 പേർക്ക് വേണ്ടിയിട്ടാണ്. ആ വിഡ്രോവൽ പീരീഡ് ഉണ്ടാകുന്ന ആ സമയത്ത് വരുന്ന നഷ്ടം ആരാണ് സഹിക്കേണ്ടത്? കർഷകൻ സഹിക്കണോ? ഒരിക്കലും അല്ല. അത് സഹിക്കേണ്ടത് ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻസിയാണ്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് അഡൾട്ടഡ് ഫുഡുകൾ കയറി വരുന്നത്. ഇതിനകത്തൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടും അല്ലാതുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഈ പോൾട്രി ഈ ഫാമുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു വിഡ്രോവൽ പീരീഡിൽ എത്രത്തോളം ആ വിഡ്രോവൽ പീരീഡിൽ 4 to 5 days ഇതിനെ വിൽക്കുന്നതിന് മുമ്പുള്ള 4 to 5 days ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇവിടെ വരുന്ന ഈ 25 ലക്ഷം ചിക്കനകത്ത് എത്രത്തോളം നമ്മളിപ്പം കേരളത്തിലെ 5000-ഓളം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. ഇപ്പോൾ നമ്മൾ പല പഞ്ചായത്തുകളിലായിട്ട് പരിശോധനകൾ നടത്തും. ഇപ്പോൾ പക്ഷേ ഈ രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലുള്ള ലാബുകളിൽ പരിശോധിച്ചപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ലെഡ് പോയിസണിങ് വരെ ഇപ്പോൾ ഈ ഒരു റീസണിൽ വഴുതനങ്ങയിലാണ് ലെഡ് പോയിസണിങ് ഉണ്ടാകുന്നത്. ഒരു വെരി റീസൺ വഴുതനങ്ങയിൽ എങ്ങനെയാണ് അത് വരുന്നത്? അതായത് നമ്മുടെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്തതിനകത്ത് വഴുതനങ്ങയിൽ വെരി റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. പ്രത്യേകിച്ച് പൊള്യൂട്ടഡ് ആയിട്ടുള്ള സോയിൽസിൽ വളരുന്ന, അല്ലാതെ ഒരിക്കലും ലെഡ് ഒരാളും ചെടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ല. അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യമുന നദിയുടെ ഇതില് ഡൽഹിയിൽ കൃഷി ചെയ്യപ്പെടുന്ന പച്ചക്കറികളിൽ അവിടുത്തെ, അതായത് യമുനയുടെ മുകളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളിൽ ഇത്തരം ഹെവി മെറ്റൽസിന്റെ കണ്ടന്റ് ഉണ്ട്. അതിനെ നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നതിന്റെ പ്രശ്നത്തെ വ്യാപകമായി